കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ സേമിയ പായസം തന്നെയാണ്, എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാനൊരു മിൽക്കി ബാർ ചേർത്തിട്ടാണ് സേമിയ പായസം ഉണ്ടാക്കാറുള്ളത്. ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ പിന്നീട് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ മിൽക്കി ബാർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ചേർക്കുമ്പോഴല്ലോ കണ്ടൻസ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പാക്കറ്റ് പാൽ കൊണ്ടാണ് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കണമെങ്കിൽ ഇത് 5 രൂപയുടെ മിൽക്കി ബാർ മതി. ഇപ്പോൾ ഞാൻ 3 പാക്കറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം ഞാൻ 10 രൂപയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് എപ്പോഴാണ് ചേർക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ 325 ഗ്രാമിൻ്റെ ഇത്രയും വലിയൊരു വെർമിസെല്ലിയുടെ പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇതിന് 35 രൂപ ഏകദേശം. ഇത് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നെയ്യിൽ വറുക്കാൻ പറ്റുള്ളൂ. ഈ കശുവണ്ടി വാങ്ങിക്കൊണ്ടുവന്നത് അങ്ങനെ തന്നെയുള്ള കശുവണ്ടി ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് പൊടിച്ചിടാം. പിള്ളേരാണല്ലോ കൂടുതലുള്ളത്, അവർ വെറുതെ തുപ്പിക്കളയും. നമുക്ക് പൊടിച്ചിടാം. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ലേ. 100 ഗ്രാം നെയ്യ് ഉണ്ടത്. നമുക്കതൊരു 50 ഗ്രാം മാത്രം ഇടാം. ഇത് കശുവണ്ടി വറുത്ത് കോരാം. സാധാരണ ഇവിടെ അങ്ങനെ കിസ്മിസ് ഇടാറില്ല. അപ്പോൾ കശുവണ്ടി വറുക്കണത് അധികം നേരം ഇട്ട് നോക്കിക്കാനൊന്നും പറ്റില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിക്കണം. ഉണ്ട്, ലൈറ്റ് ബ്രൗൺ കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേമിയ ഇതിൽ വറുത്തെടുക്കണം. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഇത് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാൻ ശ്രമിക്കണം. നമ്മളിത് വെച്ചിട്ട് എങ്ങോട്ടും മാറിപ്പോകരുത്. കശുവണ്ടിയുടെ ഒരു അപ്പം ഞാനൊരു 3 പാക്കറ്റ് പാല് ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്, തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 3 പാക്കറ്റ് പാലുണ്ട്. അതിൽ നമ്മളൊരു 6 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. ഒരിക്കലും പാല് പാക്കറ്റോട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കരുത്. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി ഈ പാലിൽ കിടന്നിട്ട് സേമിയ ഒന്ന് വേകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ സേമിയ കണ്ട വെന്ത് ഈ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വേവിക്കണ്ടല്ലേ, ഈ ഒരു പരുവത്തിലെടുക്കണല്ലേ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ പിന്നെ പന്ത് പോലെ ഇങ്ങനെ വീർത്തിരിക്കണ ഇതിലാവും. കണ്ട ഇത്രയും മതിയാവും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചതാണ്. നമ്മൾ തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് വെള്ളം ചേർത്ത് വേണം കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ 1/4 പാലൊന്നും മാറ്റി വെച്ചിട്ടില്ല, എല്ലാം കൂടി ഇതിലോട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഇനി ഇത് തിളക്കണം. നമ്മുടെ 100 ഗ്രാം നെയ്യില്ലേ, അത് മുഴുവൻ കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 100 ഗ്രാം നെയ്യും കൂടി മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം, ഒരു വെയിറ്റ് ചെയ്യുക. നമ്മൾ മധുരം ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ. മധുരം എപ്പോൾ ഇടുന്നു അപ്പോൾ സേമിയയുടെ വേവും പായസത്തിൻ്റെ ഇതൊക്കെ കറക്റ്റ് ആവും.
അപ്പോൾ ഇതാ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ചേർക്കാം. കണ്ടോ, അല്ലെങ്കിൽ കുറുകി പോകുവേ. അപ്പോൾ നമുക്ക് മധുരം ചേർക്കാം. ഞാനൊരു 3/4 കിലോത്തോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ അച്ഛനുണ്ടാക്കുമ്പോൾ അതിൻ്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പാക്കറ്റ് പാല്, അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ 3 പാക്കറ്റ് പാൽ എടുത്തിട്ടുള്ളൂ. അച്ഛൻ എപ്പോഴും കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കട്ടി വേണമെന്നുള്ളവർക്ക് 4 പാക്കറ്റ് പാലെടുക്കാം കേട്ടോ. അതുപോലെ 1 കിലോ പഞ്ചസാരയാണ് അച്ഛൻ പറഞ്ഞത്. 1 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കുറച്ച് മധുരപ്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3/4 കിലോ ഇട്ടിട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട്. ഏകദേശം നല്ല മധുരമുണ്ട് കേട്ടോ. 3/4 കിലോ. അപ്പോൾ 100 ഗ്രാം നെയ്യ് പോരാട്ടോ, കുറച്ചും കൂടെ നെയ്യ് വേണം. അപ്പോൾ നമുക്ക് ഒരു 25 ഗ്രാമോളം നെയ്യ് കൂടി കൂടുതലായിട്ട് ചേർക്കാം. നെയ്യിൻ്റെതായിട്ടുള്ള യാതൊരു ടേസ്റ്റ് ഇതിൽ തോന്നുന്നില്ല. ഞാനൊന്ന് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏലക്ക, ജീരകം ഇടൂല, ഏലക്ക മാത്രം. ഒരു 10 ഏലക്ക നമ്മൾ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു 10 ഏലക്കായുണ്ട് പഞ്ചസാര കൂട്ടി പൊടിച്ചാണ് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സംഭവം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടയി വരും കേട്ടോ. കാരണം സേമിയ കുറുകിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മുടെ പായസത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിൽക്കി ബാർ ഇട്ട് കൊടുക്കാം. മിൽക്കി ബാർ നമ്മളത് ഏകദേശം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഇവിടേക്ക് ആയിട്ട് കിടക്കും. നമുക്ക് ഇതിങ്ങനെ ഓരോരോ കഷ്ണം ഓരോരോ ഇതായിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറക്കിയെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒന്ന് മിൽക്കി ബാർ ചേർക്കരുത്, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് മിൽക്കി ബാർ ചേർക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ പായസത്തിൻ്റെ അവസാന ഭാഗം ആകുമ്പോൾ മാത്രം നമുക്ക് മിൽക്കി ബാർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കശുവണ്ടി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. സേമിയ പായസമാണ് കണ്ടോ, കഴിച്ച് നോക്കി കാണിച്ചു തരാം കേട്ടോ. ചൂടുണ്ട്. നല്ല സൂപ്പറാണ്. റെസിപ്പി, കേക്കിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ നല്ല മീൻകറിയൊക്കെ ഇടുമ്പോഴേക്കും എൻ്റെ തന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്. ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു, ശ്രുതി വെയിറ്റ് കുറക്കാൻ നോക്കും, ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറക്കാൻ ശ്രമിക്കാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ശരിക്കും തൈറോയ്ഡ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസമാണ്. അപ്പോൾ ഞാൻ പലതവണ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ നോക്കും. അത് ഒരു 10 ദിവസം അടുപ്പിച്ച് ഒരു
2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയും കേട്ടോ. അതിന് ഇതൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എൻ്റെ വെയിറ്റ് കുറയും. പക്ഷേ ഉണ്ടല്ലോ ഈ 10 കിലോ 10 ദിവസം ഞാൻ നടന്നിട്ട് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കുണ്ടല്ല വെയിറ്റ് കുറയുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ പനി വരും. പനി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം പിടിക്കും അതൊന്ന് മാറാനായിട്ട്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് പനി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്വതവേ പഴയ വണ്ണം വേഗം വരുമല്ലോ. സ്ഥിരമായിട്ട് നടക്കാനായിട്ട് ഇതുപോലെ തന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും പിന്നെ അത് മുടങ്ങി പോണതാണ്. പിന്നെ അക്ഷയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഹൈപ്പോതൈറോയിഡിസാണ്. തൈറോയിഡ് ലെവലായെങ്കിൽ മാത്രമേ എനിക്ക് വണ്ണം കുറക്കാൻ നോക്കിയാലും കുറയുള്ളൂ. എന്നാലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതനുസരിച്ച് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം തൈറോയിഡ് കുറയുമ്പോൾ ഞാൻ വണ്ണം കുറക്കുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ച് പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൊറോണ ആയിട്ട് അവിടെ കിടത്തേണ്ടി വരും. അപ്പോൾ സാവധാനം വെയിറ്റ് കുറച്ച് വരാട്ടെ.